നമ്മളെ ഇനങ്ങളിലേക്ക് വരികയാണെങ്കിൽ നാടകത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം പ്രതിഭയുള്ള കുട്ടികളാണ് ഈ അവരുടെ നാടകം കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. എന്തൊരു ഗംഭീര പെർഫോമൻസ് ആണ്. അവരുടെ നാടകം കാണാൻ ഒരു വിശിഷ്ട അതിഥി എത്തിയിരുന്നു. ആരാണെന്ന് അറിയാമോ? എൻ്റെ പേരുള്ള ആളാണെന്ന് തോന്നുന്നു. അതെ, രാജേഷ് ശർമ്മ. അദ്ദേഹം നമുക്കറിയാം ഒരു നടനാണ്. അദ്ദേഹം തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ ആളാണ്. അദ്ദേഹം കൊല്ലംകാരനാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ എങ്ങനെയാണ് ഈ ഒരു ഇനത്തിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതെന്ന് കാണാൻ അദ്ദേഹം നേരിട്ട് തന്നെ എത്തിയിരുന്നു. കുരുന്നുകൾ അത്ഭുതപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കലോത്സവത്തിൻ്റെ 2ാം ദിവസത്തിൽ നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ നാടക വേദിയുടെ സമീപത്തുകൂടെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആളെ കിട്ടിയിട്ടുണ്ട്. ആളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും സുപരിചിതരാണ്. നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ രാജേഷ് ശർമ്മയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തുടങ്ങണം, അതായത് നാടകത്തിൻ്റെ വേദിയിൽ രാജേഷ് ശർമ്മയിൽ തന്നെ നമ്മൾ തുടങ്ങണമെന്ന് തോന്നുന്നു. അത്രത്തോളം നാടകത്തിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. നാടകത്തിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തിയതാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ നാടകത്തിൽ ഗ്രൂം ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഞാൻ നോക്കുമ്പോൾ വളരെ ആസ്വദിച്ച് ഓരോ നാടകങ്ങളും കാണുന്നുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നുണ്ട് ഈ നാടകങ്ങൾ? ഇന്ന് എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണെന്നറിയോ? അത് നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെട്ടില്ലേ? അത്ര മനോഹരമായിട്ട് എനിക്ക് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് കുട്ടികളുടെ ഇത്. പിന്നെ ഈ വേദിയുടെ ഒരു പ്രത്യേകത, കൊല്ലം സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൻ്റെ സോപാനം ഓഡിറ്റോറിയം, പബ്ലിക് ലൈബ്രറിയുടെ ഓഡിറ്റോറിയം, ഇത് കെ രവീന്ദ്രനാഥൻ നായർ കൊല്ലത്തിന് സമ്മാനിച്ച ഇത്. ഞാനിവിടെയാണ് വളർന്നതും പഠിച്ചതും നാടകം അറിഞ്ഞതുമൊക്കെ ഈ തട്ടിലാണ്, ഇവിടെ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്. അപ്പോൾ നിരവധി, ഇന്ത്യയിലെ തന്നെ നിരവധി പ്രഗത്ഭർ, രത്തൻ തെയ്യമായാലും ശരി, അതുപോലെ മായാത്തംബർഗ്, മുരളിച്ചേട്ടൻ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആളുകൾ പെർഫോം ചെയ്തൊരു വേദിയിലാണ് ഈ കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യുന്നത്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുള്ളതും അവതരിപ്പിച്ച നാടകങ്ങൾ കളിച്ചിട്ടുള്ളതും. അതായത് കേരളത്തിലെ, ഇന്ത്യയിലെ തന്നെ ഒരുപാട് ആളുകൾ ഒരു നാടകം കളിക്കാൻ കൊതിക്കുന്ന ഈ സോപാനമെന്ന് പറയുന്ന ഈ വേദിയിൽ ഈ കുഞ്ഞുങ്ങൾ അവരുടെ എന്താ പറയുക, സർവ്വ എനർജിയും എടുത്തുകൊണ്ട് പെർഫോം ചെയ്യുമ്പോഴത്തേന് അത് അവർക്ക് കിട്ടുന്നൊരു ഭാഗ്യവും പുറത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് കാണുന്ന ആ ഭാഗ്യവും വളരെ, എനിക്ക് തോന്നുന്നു രാജേഷിനെ സംബന്ധിച്ച് ഇതൊരു നൊസ്റ്റാൾജി ആയിരിക്കും അല്ലേ? ആ പഴയകാല ഓർമ്മകളെല്ലാം ഇങ്ങനെ വരുന്നു ഈ കുട്ടികളെ കാണുമ്പോൾ അല്ലേ? അതെങ്ങനെ പങ്കുവെക്കുന്നു ശരിക്കും? സത്യമായിട്ടും ഞാൻ ആ കുട്ടികളുടെ ഒരു ഭാഗമായിട്ട് അവർക്കിടയിൽ ആ അരങ്ങിൽ നിൽക്കുന്ന, ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കണ്ണുകൾ ശരിക്കും അതൊരു വൈകാരികമായിട്ട്, കാരണം ഞാൻ ഓടി നടന്ന സ്ഥലമെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് ആ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ ഈ വേദിയിൽ അവരുടെ മുന്നിൽ അവരുടെ നാടകങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, അവരുടെ നാടകമൊന്നുമല്ല, ഒരു നാടക ബന്ധുത്വം ആ കുഞ്ഞുങ്ങൾ. ഞാനിപ്പോൾ ഇറങ്ങിയത് തന്നെ ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്ത് ഗംഭീരമായിട്ടും ആ കുഞ്ഞുങ്ങൾ പെർഫോം ചെയ്യുന്നറിയാമോ? ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണും. കോഴിക്കോടുള്ള കുട്ടികളാണ് തോന്നുന്നല്ലേ? കോഴിക്കോട്, അതെ അതെ അതെ, അവർ ആ സ്ലാങ്. കോഴിക്കോട് പറഞ്ഞപ്പോഴാണ് രാജേഷ് നമ്മൾ കൊല്ലത്തെക്കുറിച്ചൊന്ന് എടുത്ത് പറയുന്നത്. കാരണം ഒരുപാട് കലാകാരന്മാർ, പ്രത്യേകിച്ചും നാടകരംഗത്ത് നിന്ന് സിനിമയിലെത്തിയവരും നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒരുപാട് കലാകാരന്മാർ. രാജേഷൻ തന്നെ നേരത്തെ പറയുന്നത് കേട്ടു, ഈ അഷ്ടമുടിക്കായലിന് ചുറ്റും കലാകാരന്മാരുടെ ഒരു കൂട്ടമാണെന്നുള്ളത് അല്ലേ? അപ്പോൾ അത്രത്തോളം ആളുകൾ, ആർട്ടിസ്റ്റുകളുള്ള, നാടക രംഗത്ത് പ്രവർത്തിക്കുന്നുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കലോത്സവം നടക്കുന്നുള്ളത്. വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണും? മറ്റൊരു ജില്ലയ്ക്കും ഇല്ലാത്തൊരു പ്രത്യേകത നാടകത്തിൻ്റെ കാര്യത്തിൽ കൊല്ലത്തിനുണ്ട്. കൊല്ലത്തിൻ്റെ ഓരോ വീട്ടിലും ആരെങ്കിലുമൊക്കെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. കൊല്ലത്തിൻ്റെ തൊഴിൽ മേഖലകൾ, തൊഴിലാളികളുടെ ഒരു വാതിലായിട്ടുള്ള കൊല്ലം, മത്സ്യത്തൊഴിലാളി മേഖല, കശുവണ്ടി തൊഴിലാളി മേഖല, കയർ തൊഴിലാളി മേഖല, ഇവരുടെയൊക്കെ ഒരു വൈകാരികമായൊരു ഇടം തന്നെയായിരുന്നു നാടകം. അവർക്ക് പറയാനുള്ളത്, അവർക്ക് ഉച്ചത്തിൽ പറയാനുള്ളത്. ഈ അഷ്ടമുടിക്കായലിൻ്റെ തീരങ്ങളിൽ ഇപ്പോഴും അത് വളരെ ശക്തമായിട്ടുണ്ട്. ചവറ വികാസ്, അതുപോലെ തന്നെ പരവൂരുള്ള ഇത്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത് തന്നെ നിരവധി നാടക ഗ്രൂപ്പുകൾ, ഇപ്പം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം പോലെയുള്ള വലിയ സംഘാടകർ, പിന്നെ ഈ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളി മേഖലകളിൽ, ഇവിടുത്തെ KSRTC ബസ് ജീവനക്കാർക്കിടയിൽ, പാർവതി മില്ല്, KMML, കുണ്ട്ര അലിൻഡ്,
ഇതൊക്കെ നാടകത്തിൻ്റെ ഒരുപക്ഷെ ഞാനിതിപ്പോൾ പറയുമ്പോഴൊക്കെ ഇത് കേൾക്കുന്ന കൊല്ലംകാർക്ക് അവരുടെ തായ് വഴിയിൽ നാടകം എങ്ങനെയാണ് തൊട്ടതെന്നുള്ളതുണ്ട്. കോമസ് ബസ്സിന് പോലും ഇവിടുത്തെ ഒരു സൊസൈറ്റി ബസ്സാണ് കോമസ് എന്നും പറഞ്ഞ്, ആ കോമസിൽ ബസ്സിന് പോലും നാടകവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി മേഖല ഈ 2 ദിവസം മുമ്പ് ഞാൻ ഇതിൻ്റെ നാടകത്തിൻ്റെ അതുപോലെ തില്ലേരി ആർട്സ് ക്ലബ്ബ്, അപ്പോൾ ഇങ്ങനെ വലിയ ഒരു കൊല്ലം അൻസാർ ലോഡ്ജ്, ഇവിടുത്തെ രാഷ്ട്രീയത്തിന് പോലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ നാടകത്തിൻ്റെ ഇതുണ്ടായിരുന്നു, വലതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടകം ഉണ്ടായിരുന്നു, സാഹിതിയും നാഷണൽ തിയേറ്റേഴ്സും ഒക്കെ. അപ്പോൾ അത്രയും വലിയ ഒരു എന്താ പറയുക കൊമേഴ്സ്യൽ നാടകത്തിൻ്റെയും അത് കഴിഞ്ഞതിന് ശേഷം മലയാളത്തിലെ നാടകത്തിൻ്റെ നവീകരണം സംഭവിക്കുന്നത്. അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പോൾ രാജേഷേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ നാടകത്തിലൂടെയുള്ള ഒരു യാത്ര, അപ്പോൾ അവിടെ നിന്നും കാര്യമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എല്ലാത്തിലും മാറ്റം വരുന്നു. അപ്പോൾ നാടകത്തിനും അത്തരത്തിലുള്ള ഒരു മാറ്റം ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ കുട്ടികളുടെ ഈ നാടകം കണ്ടപ്പോൾ ആ ഒരു മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മാറ്റമുണ്ട്? ശരി, ആ കുഞ്ഞുങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ അവരുടെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയാണ്. കാരണം കുഞ്ഞുങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന പുതിയ കാഴ്ചകൾ, പുതിയ സാങ്കേതിക കാര്യങ്ങൾ, പുതിയ അരങ്ങിൻ്റെ ഭാഷ അവർ കണ്ടെത്തി ആ കുഞ്ഞുങ്ങളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളൊരു പുതിയ കാഴ്ച നമ്മൾ അതായത് നാടകത്തിനല്ല കലകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേകത, മുന്നേ നടന്നു പോകുന്നത് എപ്പോഴും യുവതയായിരിക്കും. അപ്പോൾ ആ യുവത അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, സ്വപ്നങ്ങളും അവർ മുമ്പോട്ട് വയ്ക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നെനിക്ക് ഇവിടെ ഞങ്ങളിൽ നിന്ന് എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ സ്വപ്നങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് ഞങ്ങൾ കണ്ടുപിടിക്കുകയാണ്. പിന്നെ അമൃത എനിക്ക് വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമുള്ളൊരു സ്ഥാപനമാണ്. ശ്യാമപ്രസാദ് സാറ് നാടക പ്രവർത്തകൻ എന്ന രീതിയിൽ എൻ്റെ നാടകങ്ങളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അമൃത ടിവിയുടെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പരിപാടി 2009 സമയത്ത് ഞാൻ സുരഭി എല്ലാവരും കൂടെ, അപ്പോൾ അവിടെ രമേശ് ചേട്ടൻ പ്രൊഡ്യൂസറായിരുന്ന രമേശ് ചേട്ടൻ, മദനേട്ടൻ, ഇവരെല്ലാം നാടകപ്രവർത്തകരാണ് അമൃതയ്ക്ക്. അപ്പോൾ അവരോടൊപ്പം ഒക്കെ അവിടെ ഗ്രൂമിങ്ങും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഞാനുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ബന്ധം എനിക്കവിടെയുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമാണ്. എന്തായാലും ഈ നാടകവേദി ഇവിടെ ആരംഭിക്കുകയാണ്, അത് തുടരുകയാണ്. നിരവധി പേരാണ് ഈ ഒരു കുരുന്നുകളുടെ നാടകം കാണാൻ ഈ ഒരു വേദിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, കൊല്ലം.